ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണക്കാരന് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള സൂത്രം, പാസീവ് മ്യൂച്വൽ ഫണ്ടുകൾ. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക താക്കോലിനെ കുറിച്ചാണ്. അതെ, പാസീവ് മ്യൂച്വൽ ഫണ്ടുകൾ. ഓഹരി വിപണി എന്ന വാക്ക് കേട്ടാൽ പലർക്കും പേടിയും ആശങ്കയും തോന്നുന്നത് സ്വാഭാവികമാണ്. അജ്ഞാതമായൊരു പ്രദേശം, അപകട സാധ്യതകൾ നിറഞ്ഞൊരു യാത്ര എന്നൊക്കെയാണ് പലരുടെയും ധാരണ. എന്നാൽ പാസീവ് ഫണ്ടുകൾ ഈ യാത്രയെ സുരക്ഷിതവും ലളിതവുമാക്കുന്നു. പാസീവ് ഫണ്ടുകൾ എന്താണ്? മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്. ഒരു ട്രെയിൻ ഓടുന്നത് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ട്രെയിൻ നിശ്ചിത പാളത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ പാസീവ് ഫണ്ടുകൾ ഒരു നിശ്ചിത ഇൻഡെക്സ് ഫോളോ ചെയ്യുന്നു. ഉദാഹരണത്തിന് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഇന്ത്യയിലെ 50 വലിയ കമ്പനികളുടെ ഒരു കൂട്ടമാണ്. ഈ ഫണ്ട് ഈ 50 കമ്പനികളിലും നിക്ഷേപിക്കുന്നു. അതായത് ഈ 50 കമ്പനികൾ എങ്ങനെ പ്രകടനം കാണിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളുടെ നിക്ഷേപവും പ്രകടനം കാണിക്കും. പാസീവ് ഫണ്ടുകളുടെ പ്രധാന സവിശേഷതകൾ: ഇൻഡെക്സിനെ അനുകരിക്കുന്നു. പാസീവ് ഫണ്ടുകൾ ഒരു നിശ്ചിത ഇൻഡെക്സിനെ അനുകരിക്കുന്നതിനാൽ ഫണ്ട് മാനേജർമാരുടെ തീരുമാനങ്ങളെ ആശ്രയിക്കേണ്ടതില്ല. ഡൈവേഴ്സിഫിക്കേഷൻ: ഇൻഡെക്സിൽ ഉൾപ്പെടുന്ന നിരവധി കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിലൂടെ നിക്ഷേപം വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു. ഇത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു. സുതാര്യത: ഫണ്ട് ഏതെല്ലാം കമ്പനികളിൽ നിക്ഷേപിക്കുന്നു എന്നത് വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നിക്ഷേപകർക്ക് ഫണ്ടിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മികച്ച ധാരണ നൽകുന്നു. ലോ കോസ്റ്റ്: പാസീവ് ഫണ്ടുകളുടെ മാനേജ്മെന്റ് ചെലവ് വളരെ കുറവാണ്. ഇത് നിക്ഷേപകർക്ക് കൂടുതൽ റിട്ടേൺസ് ലഭിക്കാൻ സഹായിക്കുന്നു. എന്തുകൊണ്ട് പാസീവ് ഫണ്ടുകൾ? കുറഞ്ഞ ചെലവ്: ട്രെയിൻ ഓടിക്കാൻ ഡ്രൈവർക്ക് വളരെ കുറഞ്ഞ ശ്രമം മാത്രമേ വേണ്ടിവരൂ. അതുപോലെ പാസീവ് ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നതിന് ഫണ്ട് മാനേജർമാർക്ക് അധികം ഇടപെടേണ്ടതില്ല. അതിനാൽ അതിന്റെ ചെലവ് വളരെ കുറഞ്ഞതാണ്. ഇതിന്റെ എക്സ്പെൻസ് റേഷ്യോ എന്നത് ഫണ്ട് മാനേജർമാർക്ക് നൽകുന്ന ഒരു ചെറിയ കമ്മീഷനാണ്. പാസീവ് ഫണ്ടുകളിൽ ഇത് വളരെ കുറവാണ്. അതിനാൽ നിങ്ങളുടെ നിക്ഷേപം കൂടുതൽ വളരാനുള്ള സാധ്യതയുണ്ട്. സുരക്ഷയും ഡൈവേഴ്സിഫിക്കേഷനും: ഒരൊറ്റ ഓഹരിയിൽ നിക്ഷേപിച്ചാൽ ആ കമ്പനിക്ക് പ്രതിസന്ധി നേരിട്ടാൽ നിങ്ങളുടെ നിക്ഷേപം താഴേക്ക് പോകും. എന്നാൽ പാസീവ് ഫണ്ടുകൾ 50 കമ്പനികളിലും നിക്ഷേപിക്കുന്നു. അതായത് ഒരു കമ്പനിക്ക് പ്രതിസന്ധി നേരിട്ടാലും മറ്റു കമ്പനികൾ നന്നായി പ്രകടനം കാണുന്നതിനാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള നിക്ഷേപം സുരക്ഷിതമായിരിക്കും. ഇതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു കർഷകൻ ഒരൊറ്റ വിളയിൽ മാത്രം ആശ്രയിക്കുന്നില്ല. അദ്ദേഹം വിവിധ വിളകൾ കൃഷി ചെയ്യുന്നു. അതിലൊന്ന് വിളവില്ലാതായാലും മറ്റു വിളകൾ നല്ല വിളവ് തരുന്നതിനാൽ കുടുംബത്തിന്റെ ആഹാര സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയും. പാസീവ് ഫണ്ടുകളും ഇതുപോലെയാണ്. നിങ്ങളുടെ നിക്ഷേപം വിവിധ കമ്പനികളിലേക്ക് വ്യാപിക്കുന്നതിനാൽ റിസ്ക് കുറയുന്നു. സാധാരണക്കാരൻ സുഗമം: ഓഹരി വിപണി മനസ്സിലാക്കാനും നല്ല ഓഹരികൾ തിരഞ്ഞെടുക്കാനും വളരെയധികം പഠനവും അനുഭവവും വേണം. പാസീവ് ഫണ്ടുകൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നു. നിങ്ങൾക്ക് ഓഹരികൾ തിരഞ്ഞെടുക്കാൻ അറിയേണ്ട ആവശ്യമില്ല. ഫണ്ട് സ്വയം ഏറ്റവും മികച്ച കമ്പനികളിൽ നിക്ഷേപിക്കുന്നു. സുതാര്യമായ സംവിധാനം: ഈ ഫണ്ടുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഫണ്ടിന്റെ സമ്പത്ത് ഏതെല്ലാം കമ്പനികളിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. സിമ്പിൾ, സുതാര്യമായ ഒരു സംവിധാനം. ആക്റ്റീവ് ഫണ്ടുകളുടെ പോരായ്മകൾ: ഉയർന്ന ചെലവ്. ആക്റ്റീവ് ഫണ്ടുകളിൽ ഫണ്ട് മാനേജർമാർ നിരന്തരം ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ ചെലവ് വരുത്തുന്നു. ഫണ്ട് മാനേജർമാരുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആക്റ്റീവ് ഫണ്ടുകളുടെ പ്രകടനം ഫണ്ട് മാനേജർമാരുടെ കഴിവുകളെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാ ഫണ്ട് മാനേജർമാരും ഒരേപോലെ പ്രകടനം കാണിക്കുന്നില്ല. ഇൻഡെക്സ് ബെഞ്ച്മാർക്ക് ബീറ്റ് ചെയ്യുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നു. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകളുടെ വാങ്ങലുകളും വിൽപ്പനയും ഫണ്ട് മാനേജർമാരിൽ നിർബന്ധിത വിൽപ്പന സമ്മർദ്ദവും വാങ്ങൽ സമ്മർദ്ദവും സൃഷ്ടിക്കുന്നു. ഇത് പലപ്പോഴും ഫണ്ട് മാനേജർമാരെ സുരക്ഷിതമല്ലാത്ത IPOകളിൽ പോലും നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കുന്നു. പാസീവ് ഫണ്ടുകൾ നിങ്ങളെ സഹായിക്കുന്നതെങ്ങനെ? സാമ്പത്തിക സ്വാതന്ത്ര്യം: ദീർഘകാല നിക്ഷേപത്തിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സഹായിക്കുന്നു. ഭാവി ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ: വിദ്യാഭ്യാസം, വിവാഹം, വീട് വാങ്ങൽ തുടങ്ങിയ ഭാവി ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഫണ്ട് സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. റിട്ടയർമെന്റ് പ്ലാനിംഗ്: സുഖകരമായ റിട്ടയർമെന്റ് ജീവിതം ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. ആർക്കൊക്കെ പാസീവ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം? വിദ്യാർത്ഥികൾ: ഭാവിയിലെ ലക്ഷ്യങ്ങൾക്കായി ദീർഘകാല നിക്ഷേപം ആരംഭിക്കുന്നതിന്. യുവ പ്രൊഫഷണലുകൾ: സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനും ഭാവി ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും. റിട്ടയർമെന്റ് പ്രായത്തിലുള്ളവർ: റിട്ടയർമെന്റ് വരുമാനം ഉറപ്പുവരുത്തുന്നതിനും. ഓഹരി വിപണിയിൽ പുതുതായി പ്രവേശിക്കുന്നവർ: ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങുന്നവർക്ക് ലളിതവും സുരക്ഷിതവുമായ ഒരു നിക്ഷേപ മാർഗമാണിത്. സമയപരിമിതിയുള്ളവർ: ഓഹരി വിപണിയിൽ നിരന്തരം ശ്രദ്ധിക്കാൻ സമയമില്ലാത്തവർക്ക്. പാസീവ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിക്ഷേപ ലക്ഷ്യങ്ങൾ നിർവചിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി നിർവചിക്കുക. റിസ്ക് പ്രൊഫൈൽ വിലയിരുത്തുക: നിങ്ങളുടെ റിസ്ക് സഹിഷ്ണുത എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുക. ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ, ട്രാക്കിംഗ് എറർ, ഫണ്ടിന്റെ പ്രായം എന്നിവ പരിശോധിക്കുക. ദീർഘകാല നിക്ഷേപം:
പാസീവ് ഫണ്ടുകൾ ദീർഘകാല നിക്ഷേപത്തിന് ഏറ്റവും അനുയോജ്യമാണ്. പാസീവ് ഫണ്ടുകൾ നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ ഒരു വിശ്വസ്ത സഖിയാകും. എന്നാൽ ഓരോ നിക്ഷേപവും അപകട സാധ്യതകൾ ഉൾക്കൊള്ളുന്നതാണ്. ഫണ്ടുകളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുകയും ധനകാര്യ ഉപദേശകരുടെ സഹായം തേടുകയും ചെയ്യുക. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുക. ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. Disclaimer: This information is for educational purposes only and should not be considered financial advice. Please consult with a qualified financial advisor before making any investment decisions.